ആപ്കി അദാലത്തിൽ ലൈഫ് സ്റ്റൈൽ കോച്ച് സന്യാസി ഘോർ ഗോപാൽദാസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തിന് പോലും ചേരുന്നതല്ല എന്നുള്ളതാണ്. ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, നാട്ടിലുള്ളവർക്കാണ് ഉപദേശം, അത് നമുക്കുള്ളതല്ലെന്ന്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ജീവിതം നോക്കുന്ന സമയത്ത്, അതായത് താങ്കൾ ഒരു സന്യാസിയാകുന്നതിനോട് താങ്കളുടെ മാതാപിതാക്കൾക്ക് സമ്മതമില്ലായിരുന്നു. അതെ. താങ്കൾ ആരോടും പറയാതെ പോയി. അതിനുശേഷം താങ്കളെ ഒരു സന്യാസിയായിട്ട് മാതാപിതാക്കൾ കണ്ട സമയത്ത് അവരുടെ വികാരങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ. അവരുടെ സന്തോഷത്തിന് താങ്കൾ മുഖ്യത്വം കൊടുത്തില്ലല്ലോ. അതെ. ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നു. നോ ഡിഫൻസ്. ഈ ആരോപണം എന്റെ ഞരമ്പിന്റെ മേലെ കൈവെക്കുന്നത് പോലെയാ, അല്ലേ? ഈ കുറ്റാരോപണം എനിക്കെന്റെ ഞരമ്പിന്റെ മേലെ കൈവെക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ചിലർ അവരുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി അവരുടെ ബന്ധുക്കളെ വിട്ടകലാറുണ്ട്. വേറെ ചിലർ അവരുടെ ബന്ധങ്ങൾക്കു വേണ്ടി സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്, അല്ലേ? ചിലർ സ്വപ്നങ്ങൾക്കു വേണ്ടി ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്നാൽ ചിലർ തങ്ങളുടെ ബന്ധങ്ങൾക്കു വേണ്ടി സ്വപ്നങ്ങളെ ത്യാഗം ചെയ്യുന്നു. രണ്ടും ഒന്നിച്ചു കിട്ടുന്നത് ചിലർക്ക് മാത്രമാണ്. സ്വപ്നങ്ങൾ നിറവേറ്റുക എന്നതും അതേസമയം ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയ വലിയ കമ്പനികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാർ യുഎസിൽ വളരെ സൗകര്യങ്ങളോടെ കഴിയുന്നു. അവരും പലതവണ അവരുടെ ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. എന്നാൽ ചിലർ ബന്ധങ്ങളെ ചേർത്തു പിടിച്ചു. അവർക്ക് സ്വപ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ചില ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അവർ ശരിക്കും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഒരു കാര്യം ശരി, മറ്റൊരു കാര്യം തെറ്റെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? രണ്ടിനും അതിൻ്റേതായിട്ടുള്ള യാത്രയുണ്ട്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പാതകളുണ്ട്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗിൽട്ടുമുണ്ട്. ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ബന്ധങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ ഗിൽട്ടുണ്ടാവും. ആരാണോ ബന്ധങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങളെ ഒഴിവാക്കിയത്, അവർക്ക് സ്വപ്നങ്ങൾ ഒഴിവാക്കിയതിൻ്റെ ഗിൽട്ടുണ്ടാവും. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗിൽട്ടില്ലാതെ ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് 100% സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാൻ സാധിക്കുമോ? ആരും അങ്ങനെ ഇല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഈയൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. അത് വളരെ അനിവാര്യമാണ്. എനിക്ക് ഈയൊരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ, എന്റെ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. അതല്ലാതെ മറിച്ച് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ആയത് എന്നൊന്നും ഞാൻ പറയുകയില്ല. അത് വെറും ജസ്റ്റിഫൈഡ് ആണ്. ആൻഡ് ദാറ്റ് ജസ്റ്റിഫൈസ് മീ. ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ ഭ്രാന്തനെ പോലെയായിരുന്നു. ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ ഇറങ്ങി തിരിച്ചു. എന്നാൽ അതിനുശേഷം ഒരു കാര്യം ഉറപ്പായി. താങ്കളുടെ ഈഗോ കാരണം താങ്കളുടെ അച്ഛനെ കുറെ നാളായിട്ട് കാണാനേ പോയി. താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. താങ്കൾ സംസാരിക്കണമെന്ന് അദ്ദേഹം ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അതെ, സത്യമാണ്. ഈയൊരു കഥ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. 2 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ഒരു കാര്യത്തിൽ എനിക്കും അച്ഛനും ചേർച്ചക്കുറവുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അങ്ങനെയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പല ശ്രമങ്ങളും നടത്തി. അദ്ദേഹത്തെ കൊണ്ടത് പറ്റില്ല എന്നായപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് കയ്യിലെടുക്കേണ്ടതായിട്ട് വന്നു. ഞാനിനി മിണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാതായി. ഒരേ വീട്ടിൽ തങ്ങുന്നു, ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നു. അദ്ദേഹം പറയും, എന്നോടൊന്നും മിണ്ടടാ എന്ന്. അപ്പം ഞാൻ മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കും. പ്രായത്തിന്റെ ചോരത്തിളപ്പായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന്. 2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ എൻ്റെ കാലിൽ വന്ന് വീണു. ശേഷം എൻ്റെ കാലിൽ വീണുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ് എന്നോടൊന്ന് സംസാരിക്ക് പ്ലീസ് എന്ന്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛനോട് നീ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന്. അദ്ദേഹം നിന്റെ അച്ഛനാണ്, തെറ്റുകൾ സംഭവിച്ചിരിക്കാം. ഇവിടെയുള്ളവരിൽ ആരാണ് പെർഫെക്റ്റ്? നിങ്ങളൊന്ന് പറഞ്ഞേ. മാതാപിതാക്കളെ നമ്മൾ കൈകൂപ്പി തൊഴണം. ഇവിടെയുള്ളവരിൽ ആരാണ് പെർഫെക്റ്റ്? നിങ്ങളൊന്ന് പറഞ്ഞേ. എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ? അദ്ദേഹത്തോട് സംസാരിക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ അമ്മ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ആശ്രമത്തിലേക്ക്. ഓരോ വർഷവും ഞാൻ അവരെ സന്ദർശിക്കാറുണ്ട്. ഓരോ തവണയും ഞാൻ ചിന്തിക്കാറുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്ന്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈഗോ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞതാണ് ശരിയെന്നുള്ള വാദം. ഓരോ വർഷം ഞാൻ പോകുമ്പോഴും ഒരിക്കലും മാപ്പ് ചോദിക്കാൻ കഴിഞ്ഞില്ല. 2009 ഞാൻ ലണ്ടൻ ലെക്ചർ ടൂറിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അന്ന് പുലർച്ചെ 1:30 മണിക്ക് എൻ്റെ അമ്മ എനിക്ക് ഫോൺ ചെയ്തു. അമ്മ എന്നെ വിളിച്ച് കരഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് പറയേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. പോകുന്നതിന് മുന്നേ അച്ഛനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു,
നീ ലണ്ടനിൽ പോയിട്ട് നടത്തുന്ന ലെക്ചേഴ്സ് എനിക്ക് വേണ്ടി കൊണ്ടുവരുമോ എന്ന്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, ഞാൻ മാപ്പ് ചോദിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചേയില്ല. ആ ലെക്ചർ ഞാൻ പെൻഡ്രൈവിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് എടുത്തോണ്ട് പോയി. എന്റെ അച്ഛന്റെ ബോഡി എന്റെ കൺമുന്നിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പെൻഡ്രൈവ് വെച്ചുകൊടുത്തു. പക്ഷേ അതാരും കണ്ടില്ല. ആ ലെക്ചറുകൾ അടങ്ങിയ പെൻഡ്രൈവ്, അത് വെറും വികാരങ്ങൾ മാത്രമാണ്. അദ്ദേഹം അത് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാനത് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലിൽ തല വെച്ചുകൊണ്ട് കുറച്ചുനേരം ഞാൻ കരഞ്ഞു. അത് ഈ ലോകത്തിനറിയില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മാപ്പ് തരണമെന്ന്. സോറി, 1 സെക്കൻഡ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണമെന്ന്. ഐ ഷുഡ് ഹാവ് നെവർ ഡൺ ദിസ് ടു യു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്റെ ആ മാപ്പ് അദ്ദേഹം എവിടെ വെച്ചാണെങ്കിലും കേൾക്കും. കാരണം ഞാനത് മനസ്സറിഞ്ഞ് ചോദിച്ചതാണ്. എന്റെ മനസ്സിന്ന് വന്നതാണത്. ഈഗോയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പക്ഷേ ഹിപ്പോക്രസി ആയിരിക്കാം. കാരണം പുറത്തൊന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്നെ ഒരു ദിവസം പോലും ഞാൻ സന്യാസിയായിട്ട് കണക്കാക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ എന്നെ ഒരു വലിയ സന്യാസിയായിട്ട് കണക്കാക്കിയിട്ടേയില്ല. ഞാൻ എന്നെ ഒരു അന്വേഷകനായിട്ടാണ് കണക്കാക്കുന്നത്. അന്വേഷിക്കുന്നവർ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അവർ സ്വയം മെച്ചപ്പെടും. ഓരോ ദിവസവും അവർ മഹത്തായവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെക്കാൾ. അവർ ഈഗോ കുറയ്ക്കും. അവരുടെ ഈഗോ കുറയ്ക്കാൻ അവർ വർക്ക് ചെയ്യും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. ബന്ധങ്ങൾ എന്നത് വിലമതിക്കാനാവാത്തവയാണ്. बातें कभी ना तू भूलना, कोई तेरे खातिर है जी रहा, तू जहाँ जाए महफूज हो, दिल मेरा मांगे बस ये दुआ. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഈ പാട്ട് വേറെ കോണ്ടക്സ്റ്റിലുള്ളതാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് നിങ്ങൾക്ക് ചേരില്ല, അത് ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ബന്ധങ്ങളാകുമ്പോൾ താങ്കൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ അതെ, അത് ഇന്ന് തന്നെ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ചെയ്തോളൂ. വെയിറ്റ് ചെയ്യണം. ചോദിക്കണം, ഇന്ന് തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും കാലിൽ വീണുകൊണ്ട് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. ഈ കാവ്യ വസ്ത്രം അണിഞ്ഞതുകൊണ്ട് ഞാനൊരു മഹത്തായവനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടേയില്ല. നിങ്ങളുടെ ഏവരുടെയും കാലുകളിൽ വീണുകൊണ്ട് ഞാൻ ഭിക്ഷ യാചിക്കുകയാണ്. ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്ക്. കാരണം നാളെ അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. മനസ്സിലുള്ള കാര്യം നാളെ പറയാമെന്ന് വെച്ചാൽ അതിന് അവസരം കിട്ടില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ അത് നമുക്കൊരു വേദനയായിട്ട് അവശേഷിക്കും. ദാറ്റ് ഷുഡ് ഹാവ് ഡൺ ഇറ്റ്.